കോടിക്കണക്കിന് ഉറുപ്പ്യാണ് ചെലവാക്കുന്നത്. കോടിക്കണക്കിന് 100-ാം വാർഷികം, 60-ാം വാർഷികം, 50-ാം വാർഷികം, 30-ാം വാർഷികം, 10-ാം വാർഷികം, 10-ാം വാർഷികം. ഹൈ ലെവലിൽ നടക്കുന്ന ഉസ്താദുമാരില്ല, നല്ല AC ഉള്ള ബെൻസ് കാറിൽ പോകുന്നു. ഓഹോ, അത് സംഘടന സമസ്തം കൊടുത്തല്ല. വലിയ വലിയ ആലിമീങ്ങൾക്ക് നല്ല വാഹനങ്ങൾ ഉണ്ടാവും, അതിൽ അസൂയയും വേണ്ട. അവർക്ക് അവരെ ഇഷ്ടപ്പെട്ടവരൊക്കെ കൊടുക്കും. ബെൻസും കൊടുക്കും, BMW കൊടുക്കും, പോർഷെ കൊടുക്കും. ഉസ്താദേ, പള്ളി കമ്മിറ്റിക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദേ. പള്ളി കമ്മിറ്റിക്കാരുണ്ടാക്കാൻ നിങ്ങളെ സംഘടന ഇല്ല, നിങ്ങൾക്കൊരു സംഘടന ഇല്ല. SKSF, പിന്നെ APക്കാരുടെ സംഘടന, EKക്കാരുടെ സംഘടന, അങ്ങനത്തെ കുറെ സംഘടനയുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യാണ് ചെലവാക്കുന്നത്. കോടിക്കണക്കിന് 100-ാം വാർഷികം, 60-ാം വാർഷികം, 50-ാം വാർഷികം, 30-ാം വാർഷികം, 10-ാം വാർഷികം. ഇപ്പൊ ഒരു 100-ാം വാർഷികം കഴിഞ്ഞു, ഈ ഒരു 100-ാം വാർഷികം മറ്റേത് വരാനുണ്ട്. മനസ്സിലായോ? എല്ലാരും വരണോ? കമ്മിറ്റിക്കാർക്ക് ഉസ്താദിനെ എന്താ ഉസ്താദ്, നിങ്ങൾക്ക് കട ഉണ്ടോ ഉസ്താദ്, നിങ്ങൾക്ക് എന്ത് ഉസ്താദ്, അങ്ങനൊന്നും കേൾക്കണ്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കേട്ടിട്ട് അറിയുകയും ചെയ്യാലോ. നിങ്ങൾക്കൊരു സംഘടന ഉണ്ടല്ലോ, ആ സംഘടനക്ക് ചോദിക്കാലോ നിങ്ങളെ എന്ത് കഥ, നിങ്ങൾ എന്ത് സംഭവം എന്നല്ല, അതിന് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെ സംഘടനക്ക് ചോദിക്കാം. നിങ്ങളാണ് അറിയേണ്ടത്. ഈ സംഘടനയാണ് ഈ ഉസ്താദുമാരെ കഥ അറിയേണ്ടത്. സംഘടന വലിയ ഹൈ ലെവലിൽ നടക്കുന്ന ഉസ്താദുമാരില്ല, നല്ല AC ഉള്ള കാറില്, അംബാസഡർ കാറില്ല, മറ്റേ കാറില്ല, ബെൻസിലെല്ലാം പോകുന്നത്. ഓരെല്ലാം ചോദിക്കണം. എന്നിട്ട് ഈ 100-ാം വാർഷികം, 50-ാം വാർഷികം എല്ലാം ആഘോഷിക്കുന്ന പൈസ എടുത്തിട്ട് ഇങ്ങനത്തെ പാവപ്പെട്ട മുത്തഅല്ലിമിന്, പാവപ്പെട്ട ഉസ്താദുമാർക്കെല്ലാം കൊടുക്കണം. പോരയില്ലാത്ത ആൾക്ക് പോരെ. ഞാൻ നമ്മുടെ അഷ്റഫ് ഉസ്താദ് മരണപ്പെട്ടുമായി ബന്ധപ്പെട്ട് ഈ പ്രിയപ്പെട്ടവൻ ഈ വോയിസ് ഇട്ടതെന്ന് മനസ്സിലാക്കുന്നു. കാസർഗോഡൻ സ്ലാങ് ആണ്, അപ്പോൾ കാസർഗോഡനായിരിക്കും. കൂട്ടുകാരനാ, ഈ സംഘടന നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ AP സമസ്തയെക്കുറിച്ച് ഞാൻ പറയാം. SYSന്റെ ദാറുൽ ഖൈർ വീട് കൊടുക്കുന്നുണ്ട്. കോട്ടെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ SJMന്റെ മുഅല്ലിമീങ്ങൾക്ക് വീടിനുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. സംഘടന എത്രയോ വർഷമായി ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടോ അല്ല അറിയാത്തോണ്ടോ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആ സംശയം തീർന്നല്ലോ. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, മഹല്ലിന് ഇടപെടാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലോ. ഒരു മഹല്ലിൽ എത്ര ഉസ്താദുമാരുണ്ടാവും? ഒരു ഖത്തീബ്, ഒരു മുഖ്രി. ഞാൻ ചോദിക്കട്ടെ, ചില മഹല്ലുകളിൽ 10-ാം ക്ലാസ് വരെ ക്ലാസ് എടുക്കണം. എത്ര ഉസ്താദുമാര്? 2 ഉസ്താദുമാര്, കുറെ കുട്ടികളും. അവിടെ 3 ഉസ്താദുമാരെ വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതിനിപ്പോ ശമ്പളം കൊടുക്കുമ്പോ 10 കൊടുക്കുമ്പോൾ 30,000 കൊടുക്കുള്ളൂ. 2 ആൾക്ക് കൊടുത്താൽ 20,000 കൊടുത്താൽ മതിയല്ലോ. അവിടെ 3 ആൾ വെക്കാൻ പറ്റുന്നില്ല. 3-4 ഉസ്താദുമാരുടെ മഹല്ലില് നിങ്ങൾക്ക് ഉസ്താദുമാരെ വിഷം പറഞ്ഞവർക്ക് സഹായിക്കാൻ പറ്റൂല നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 100-ാം വാർഷികം, 50-ാം വാർഷികം വേണ്ട, അതിന്റെ പൈസ കൊണ്ട് ചാരിറ്റി സഹായിക്കുന്നു പറഞ്ഞല്ലോ നിങ്ങള്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിലെ കല്യാണം ഒന്ന് ആർഭാടം ദൂർത്തെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ആ പൈസ കൊണ്ട് പാവപ്പെട്ടവൻ സഹായിക്കോ? ബർത്ത്ഡേ ഒന്ന് ഒഴിവാക്കിയിട്ട് സഹായിക്കോ? എത്ര പരിപാടികൾ, എത്ര കല്യാണങ്ങൾ ആഡംബരം ദൂർത്തും നടക്കുന്നുണ്ട്. അതിനെതിരെ എന്താ സംസാരിക്കാത്ത? ആ പൈസ ഒന്നും നിങ്ങളെ വീട്ടിലെ കല്യാണങ്ങളിൽ ഒഴിവാക്കി ഒന്ന് ചെറുതാക്കി ഒരു നിക്കാഹ് മാത്രം ചുരുക്കി ആ പൈസ കൊണ്ട് ഒന്ന് നിങ്ങൾ സഹായിക്കി. അപ്പൊ അതല്ലേ മാതൃക. എന്നിട്ടായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ മറ്റൊന്ന് അവസാനം പറഞ്ഞല്ലോ, ബെൻസ് കാറിൽ പോകുന്നു. ഓഹോ, അത് സംഘടന സമസ്തം കൊടുത്തല്ല. വലിയ വലിയ ആലിമീങ്ങൾക്ക് നല്ല വാഹനങ്ങൾ ഉണ്ടാവും, അതിൽ അസൂയയും വേണ്ട. അവർക്ക് അവരെ ഇഷ്ടപ്പെട്ടവരൊക്കെ കൊടുക്കും. ബെൻസും കൊടുക്കും, BMW കൊടുക്കും, പോർഷെ കൊടുക്കും. അസൂയപ്പെടേണ്ട, ഇനിയും നമുക്ക് കുറെ കാണാനുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്താണ് സംഘടന ചെയ്യുന്നത് അങ്ങ് അടിച്ചാക്ഷേപിക്കുന്നതിന് പകരം മഹല്ലിന് എത്രയോ ചെയ്യാൻ പറ്റും. 4 ഉസ്താദുമാരെ കാര്യം നോക്കാനോ പറ്റാത്തത്.